നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2022 നുപുർ ശർമ്മ എന്ന BJP നേതാവിനെതിരെ വലിയ കൊലവെറി പ്രസംഗങ്ങൾ അല്ലെങ്കിൽ കൊലവെറി ആഹ്വാനങ്ങൾ രാജ്യത്തെ ഇസ്ലാമിക സംഘടനകൾ നടത്തിയത്. രാജ്യത്തെ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ മാത്രമല്ല, ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ISIS-ഉം അതുപോലെ തന്നെ അൽ ഖ്വയ്ദയും പോലുള്ള ഭീകര സംഘടനകളെല്ലാം തന്നെ നുപുർ ശർമ്മ കൊല്ലപ്പെടേണ്ടവളാണ് എന്നും തീർച്ചയായും ഈ നുപുർ ശർമ്മ എന്ന സ്ത്രീ വധിക്കപ്പെടുമെന്നും അവർക്കെതിരെ വധശിക്ഷ ഇതിനോടകം തന്നെ ഇസ്ലാമിക കോടതികൾ വിധിച്ചു കഴിഞ്ഞുവെന്നും ഏത് നിമിഷവും അവർ കൊല്ലപ്പെട്ടേക്കാമെന്നും അവരെ കൊല്ലുന്നവർക്ക് വ്യക്തമായ പാരിതോഷികം നൽകുമെന്നുമൊക്കെ ഈ തീവ്രവാദി സംഘടനകൾ പ്രഖ്യാപിച്ചത്. വലിയ രീതിയിലുള്ള ഭീഷണിയാണ് അന്ന് നുപുർ ശർമ്മ നേരിട്ടത്. എന്തിനു വേണ്ടിയാണ് നുപുർ ശർമ്മ ഈ ഭീഷണി നേരിട്ടത് എന്ന് നമുക്കറിയാം. അതായത് ടെലിവിഷൻ ചാനൽ ചർച്ചയ്ക്കിടെ അവർ നടത്തിയ ഒരു പരാമർശം, ആ പരാമർശം പ്രവാചക നിന്ദയാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ടാണ് ഇത്തരത്തിൽ നുപുർ ശർമ്മയ്ക്കെതിരെ കൊലവെറിയുമായി ഒരു വിഭാഗം ആളുകൾ ഇറങ്ങി വന്നത്. BJP-യിൽ അവരുടെ സ്ഥാനം പോലും ഇത് തെറിപ്പിച്ചു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. വളരെ ഈ ഗ്യാൻവാപ്പിയുമായി ബന്ധപ്പെട്ട കേസ്, ഗ്യാൻവാപ്പിയിലെ മുസ്ലിങ്ങളുടെ നിസ്കാരക്കുളത്തിൽ ശിവലിംഗം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട വിവാദം കത്തി നിൽക്കുന്ന സമയത്താണ് ഈ ടെലിവിഷൻ ചർച്ച നടക്കുന്നത്. ഈ ടെലിവിഷൻ ചർച്ചയിലാണ് ഭഗവാൻ ശിവനെയും അതുപോലെ തന്നെ ശിവലിംഗത്തെയും അങ്ങേയറ്റം മ്ലേച്ഛമായ ഭാഷയിൽ അധിക്ഷേപിക്കുന്ന ഒരു മുസ്ലിം മത പണ്ഡിതന് വളരെ വൈകാരികമായി തന്നെ നുപുർ ശർമ്മ മറുപടി കൊടുക്കുന്നു. ആ മറുപടിയാണ് ഈ പറയുന്ന പ്രവാചക നിന്ദ എന്നാരോപിച്ചുകൊണ്ട് ഇസ്ലാമിക മതമൗലികവാദികൾ രംഗത്ത് വരികയും നുപുർ ശർമ്മയ്ക്കെതിരെ വധഭീഷണി മുഴക്കുകയും ചെയ്തത്. സത്യത്തിൽ കഴിഞ്ഞ 3 വർഷം നുപുർ ശർമ്മ ഏതാണ്ട് അജ്ഞാതവാസത്തിലായിരുന്നു എന്ന് നമുക്ക് പറയാം. അവർ പുറത്തേക്ക് അങ്ങനെ പ്രത്യക്ഷപ്പെടാറില്ലായിരുന്നു. അവർക്ക് യാത്ര ചെയ്യാൻ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷം വന്നു. ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും, ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും അവർക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഈ കേസുകൾ, ഈ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലെല്ലാം ദില്ലിയിലേക്ക് മാറ്റണം എന്ന് അവർ കോടതിയോട് അഭ്യർത്ഥിച്ചു. ആ അഭ്യർത്ഥന കോടതി ചെവിക്കൊണ്ടു. ഈ കേസുകളെല്ലാം ദില്ലിയിലാണ് ഇപ്പോൾ കേൾക്കുന്നത്. എന്തായാലും അവർക്ക് സ്വൈര ജീവിതം, സമാധാനപരമായ സാധാരണ ജീവിതം നയിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇവിടുത്തെ ഇസ്ലാമിക മതവർഗീയ സംഘടനകൾ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു. അവർക്ക് വ്യക്തിപരമായി അറിയാൻ സാധിക്കുന്നത്, അവർക്ക് ആലോചിച്ചുറപ്പിച്ചു വച്ചിരുന്ന വിവാഹം പോലും ഈ ഒരു വിവാദവുമായി ബന്ധപ്പെട്ട് മുടങ്ങി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇങ്ങനെ വലിയ നഷ്ടം അല്ലെങ്കിൽ വലിയ രീതിയിൽ ഒതുക്കപ്പെട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട് ഏതാണ്ട് ഒളിവിൽ കഴിയുന്നത് പോലെ ജീവിക്കുകയായിരുന്നു കഴിഞ്ഞ 3 വർഷം നുപുർ ശർമ്മ എന്ന BJP നേതാവ്. അവർ വളരെ നല്ല ഒരു പ്രാസംഗികയാണ്. ടെലിവിഷൻ ചാനലുകളിൽ നന്നായി പാർട്ടിക്ക് വേണ്ടി ഡിബേറ്റുകളിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ്. ആശയങ്ങൾ വളരെ വ്യക്തതയോടുകൂടി അവതരിപ്പിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കഴിവുള്ള യുവ നേതാവാണ്. പാർട്ടിയിലും അതുപോലെ തന്നെ രാഷ്ട്രീയ ഭാവിയിലും വലിയ അവസരങ്ങൾ ഇനി തേടി വന്നേക്കാൻ സാധിക്കുന്ന, ഇപ്പോൾ ദില്ലി മുഖ്യമന്ത്രിയായത് രേഖാ ഗുപ്ത എന്ന വനിതയാണ്. ഒരുപക്ഷെ ആ ഒരു നിലയിലേക്കൊക്കെ വളർന്നു വരാൻ സാധ്യതയുള്ള ഒരു വനിതയാണ് നുപുർ ശർമ്മ. നുപുർ ശർമ്മയുടെ BJP-യിലെ സ്ഥാനം പോലും ഈ ഒരു വിവാദം കൊണ്ട് തീർച്ചു എന്ന് നമുക്കറിയാം. ആ നുപുർ ശർമ്മയാണ് കഴിഞ്ഞ 3 വർഷം ഈ ഭീഷണി മൂലം, ഇസ്ലാമിസ്റ്റുകളുടെ ഭീഷണി മൂലം ഒരു തടവറയിൽ കഴിയുന്നത് പോലെ കഴിഞ്ഞത്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ചിത്രങ്ങളനുസരിച്ച് നുപുർ ശർമ്മ ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം 26-ന് അവസാനിച്ച മഹാകുംഭമേളയിൽ പങ്കെടുത്ത് പുണ്യസ്നാനം ചെയ്തിരുന്നു എന്ന വാർത്തയാണ്. പല വാർത്താ ഏജൻസികളും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളടക്കം പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് നുപുർ ശർമ്മ ഈ അവസാനിക്കുന്ന ഫെബ്രുവരി 26-ന് അവസാനിക്കുന്ന കുംഭമേളയിൽ അതിന് തൊട്ട് മുമ്പുള്ള ദിവസമാണ് വന്നതെന്നും പങ്കെടുത്തതെന്നും, അതായത് കോടിക്കണക്കിന് ജനങ്ങൾ പുണ്യസ്നാനം ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് നുപുർ ശർമ്മ പ്രയാഗ്രാജിലേക്ക്, ജനമധ്യത്തിലേക്ക് ഇറങ്ങി വന്ന് പുണ്യസ്നാനം നടത്തിയത്, ഹർ ഹർ മഹാദേവ് എന്ന ഒരു മന്ത്രം മുഴക്കിയത്. ഇത് തീർച്ചയായും കുംഭമേളയ്ക്ക് എത്രമാത്രം സുരക്ഷയാണ് ഒരുക്കിയിരുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ്. അതായത് ഇസ്ലാമിക മതമൗലികവാദ സംഘടനകൾ തലയ്ക്ക് വില പറഞ്ഞിരുന്ന ദേശീയവാദി നേതാവ്, അവർ ആ നേതാവിന് യാതൊരു കൂസലും കൂടാതെ യാതൊരു ഭയവുമില്ലാതെ അവർക്ക് പ്രയാഗ്രാജിൽ വന്ന് പുണ്യസ്നാനം നടത്തി മടങ്ങിപ്പോകാൻ സാധിച്ചു. ഒരുപക്ഷെ സുരക്ഷാ ഭീഷണി ഉള്ളതുകൊണ്ട് തന്നെയായിരിക്കാം അവർ ഈ കാര്യങ്ങളെല്ലാം കുംഭമേള കഴിയുന്നത് വരെ രഹസ്യമാക്കി വച്ചത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കുംഭമേളയ്ക്ക് ഏർപ്പെടുത്തിയിരുന്ന സുരക്ഷ അതെത്രത്തോളം ആഴത്തിലുള്ളതാണ്, അതെത്രത്തോളം ആത്മവിശ്വാസം പകരുന്നതാണ്, എത്രത്തോളം ജനങ്ങളെ സുരക്ഷിതരാക്കിയിട്ടുണ്ട് എന്നൊക്കെ തെളിയിക്കുന്ന ഒരു സംഭവമാണ് നുപുർ ശർമ്മ കുംഭമേളയിലെത്തി പരസ്യമായി തന്നെ സ്നാനം ചെയ്ത് മടങ്ങിയത്. വെബ് ഡെസ്ക്
തത്വമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.